കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അവർണിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗീതു ഗോവിന്ദനോട് പറയുന്നുണ്ട്. പിന്നീട് അതെല്ലാം കേട്ടതിന് ശേഷം ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് നിർത്തുവാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വിശ്വാസം ഗീതു, അതോർത്ത് നീ പേടിക്കണ്ട കേട്ടോ. ആരെങ്കിലും എന്തായാലും പറഞ്ഞെന്ന് ഓർത്തോണ്ട് ഞാൻ എന്റെ ഭാര്യനെ അവിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാണ്. ഗീതുവിന് സന്തോഷമായി. ഗീതുവിനെ അങ്ങനെ ചേർത്ത് നിർത്തുവാണ്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, അത് മാത്രമല്ല, എന്നോട് കിഷോർ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പറയാ. കിഷോർ എന്താ പറഞ്ഞേ? അവൻ ഞാൻ നിന്നെ സംശയിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞത്. ഇപ്പോഴും അവനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നീ ഇരിക്കണേന്ന്. ഇതൊക്കെ അതൊക്കെ നടന്നെന്ന് പറയണം. പിന്നീട് ബാറി വെച്ചുണ്ടായ സംഭവങ്ങളൊക്കെ ഗോവിന്ദ് ഗീതുവിനോട് പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന് വല്ലാത്ത ഒരു ദേഷ്യവും സങ്കടമായിപ്പോയി. ഓഹോ, അവൻ അത്രയ്ക്ക് നീചനായിരുന്നില്ലേ? എന്നിട്ട് ഇതന്നെ ഗോവിന്ദേട്ടൻ എന്നോട് പറയായിരുന്നേന്ന് ചോദിക്കണം. അത് പിന്നെ ആ സമയത്തല്ലേ രഞ്ജുവിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത്. പിന്നെ അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അത് മാത്രല്ല, ഞാൻ ഇത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. എനിക്കറിയാലോ എന്റെ ഭാര്യനെ. നീ എന്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹം എത്രമാത്രം വലുതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ എനിക്ക് നിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. എന്റെ ഭാര്യന് സംശയം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ ഏതോ എഴുത്തനെ എന്തെങ്കിലും വന്ന് പറഞ്ഞു നോർത്തോണ്ട് വെറുതെ ഞാൻ ഇതിനെ നിന്നെ സംശയിക്കണേന്ന് ചോദിക്കണം. പക്ഷെ ഗീതു പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, എനിക്ക് ചോദിക്കണം. എനിക്ക് അവർണികയുടെ മുന്നിൽ വെച്ച് അതിനെ ഇത് കിഷോറിനോട് ചോദിക്കണം എന്ന് പറയാം. വേണ്ട ഗീതു, ഇപ്പൊ ഇതൊന്നും വേണ്ടാന്ന് പറയണം. ചോദിക്കണമെന്ന് പറഞ്ഞാൽ ചോദിക്കണം. അല്ല, കണ്ണേട്ടൻ എന്തിനാ വേണ്ടാന്ന് പറയണേ? അവന്റെ കള്ളത്തരം ഉണ്ടല്ലോ, അത് പൊളിച്ചടക്കണം. അത് അവർണികയുടെ മുന്നിൽ വെച്ചായ അത്ര നല്ലതെന്ന് പറഞ്ഞിട്ട് ഗീതു പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ ഒച്ചപ്പാടും ബഹളം കേട്ടോണ്ട് രാധികാമ്മയെ വരണു അങ്ങോട്ട് വന്നു. അപ്പൊ അവര് പമ്മ നിൽക്കുവാണ്. ഇവിടെ എന്താ ബഹളം എന്നറിയത്തില്ലോ. പെട്ടെന്ന് ഗീത പറഞ്ഞു, അതെ എന്നെ വിട, ഞാൻ പോയി ചോദിച്ചിട്ടുള്ളെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഗോവിന്ദ് പുറകെ വന്ന് കയ്യെ പിടിക്കുവാണ്. ഗീതു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇപ്പൊ ചോദിക്കണ്ട, അതിന് സമയം വരും. അതെ, വെറുതെ എന്റെ കയ്യെ പിടിച്ച് വലിക്കരുതോട്ടെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പൊ തന്നെ ചോദിക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നോർത്തോണ്ട് അപ്പൊ തന്നെ നിങ്ങൾ എന്നാ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നേ? അവന്റെയെ വന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഞാൻ തുറന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് എന്താ എനിക്കിത് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഗീത അവിടെ കിടന്ന് ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് ഗോവിന്ദൻ എന്ത് ചെയ്യണം, ഗീതയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയിട്ട് കഥ അങ്ങോട്ട് അടയ്ക്കുകയാണ്. ഈ സമയത്ത് രാധികാമ്മ വരണം പറഞ്ഞു, അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ, എന്ത് ചെയ്യും വരണം, നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലോ, നമുക്ക് കഥ അടച്ചില്ല എന്ന് രാധികാമ്മ വരുണിനോട് പറയണം. ഇത് കേട്ടൻ വരുൺ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ ആ കഥകിന് പോയി അതിന് ഒളിഞ്ഞു നിന്ന് കേക്ക് എന്താ പറയണമെന്നറിയാലോ. അമ്മയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, അമ്മ മുമ്പും അങ്ങനെയല്ലേ ചെയ്തോണ്ടിരിക്കണെന്ന് ചോദിക്കണം. നൈസില് രാധികാമ്മയ്ക്ക് ഇട്ടിട്ട് പണി കൊടുത്ത് വരണം. ഇത് കേട്ടപ്പത്തേനും രാധികാമ്മ വരുണിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ പോയി ഒളിഞ്ഞു നിന്ന് കേക്ക്. കണ്ടില്ല അവന്റെ പറച്ചില്. അല്ലമ്മേ, അങ്ങനെ നിന്ന് കേൾക്കുന്ന സമയത്ത് അവരെങ്ങാനും കഥ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മോശക്കാരനാവില്ലെന്ന് ചോദിക്കണം. ഓഹോ, അപ്പൊ നിനക്ക് മോശക്കാരനാകാൻ പറ്റില്ല, എന്നെ മോശക്കാരിയാക്കാല്ലേന്ന് ചോദിക്കണം. അല്ലമ്മേ, ഞാന് കൂടുതലൊന്നും പറയണ്ട, എത്ര സമയം പോകും നോക്കാം, നമുക്ക് ഇവിടെ മറിഞ്ഞിരിക്കാം. ഒരു പക്ഷേ ചിലപ്പോൾ കഥ തുറന്നെങ്ങാനും പുറത്തു വന്നാലോ, എന്തായാലും കേൾക്കാൻ പറ്റി, അപ്പൊ കേൾക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. വരുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേന്ന് ചോദിക്കണം. അതെ അതെ, എല്ലാം ഏറ്റിട്ടുണ്ട്. പക്ഷെ മുറിക്കകത്ത് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. എന്തായാലും സംഭവിക്കുന്ന നമുക്ക് നോക്കാം. ഒരു പക്ഷെ ഇനിയിപ്പോ എന്തേലും നടക്കും അവിടെ. ഗോവിന്ദൻ എങ്ങനെ ദേഷ്യപ്പെട്ട് എന്തേലും ചെയ്യുമോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധിക ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല, പിന്നെ കണ്ണന്റെ സ്വഭാവമല്ലേ, പറയാൻ പറ്റില്ല എന്ന് പറയണം. ഈ സമയത്ത് മുറിയിലേക്ക് ഗീതനെ വലിച്ചടിച്ചുകൊണ്ട് പോയിട്ട് ഗോവിന്ദ് ചോദിച്ചു, അല്ല നിന്റെ പ്ലാൻ എന്നാന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് ചോദിക്കണമെന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്പൊ നമ്മൾ ചോദിക്കാനും പറയാനും പോണ്ട, ഇവിടെ നമ്മൾ ബുദ്ധി പ്രവർത്തിക്കണമെന്ന് പറയാം. എന്താ, ഇവിടെ നമ്മുടെ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന്. എന്തറിയാനായിട്ട്, ഇതിന്റെ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് കിഷോറിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അവരാരാ നമുക്ക് അറിയണ്ടേ. അത് മാത്രമല്ല, കിഷോർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടാവുമെന്ന് പറയണം. അല്ല, അവർണികയുടെ ജീവൻ നശിപ്പിച്ചിട്ട് അവൻ എന്ത് കാരണമുള്ളതെന്ന് ചോദിക്കണം. അതാണ് നമ്മളിവിടെ അറിയണ്ടേ. എന്തുകൊണ്ടാണ് അവന് അവർണികനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണ്ടേ, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാരണം അറിയണ്ടേ. അപ്പൊ ആ ലക്ഷ്യം അറിഞ്ഞിട്ട് നമുക്കിനി കാര്യമുള്ളെന്ന് പറയണം. ഗീതുവിനും തോന്നി ഗോവിന്ദേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ അത് അറിയണം. അതെങ്ങനെ? അല്ല, ഇതിപ്പോ അറിയാൻ മാർഗം എന്താ? അവനിട്ട് പോയി രണ്ടെണ്ണം പൊട്ടിച്ചാലോ? ഒരു കാര്യം ചെയ്യാം, ബാ ഗോവിന്ദേട്ടാ, അവനിട്ട് പോയ നാളങ്ങ് പൊട്ടിച്ച് അവനെ കൊണ്ട് സത്യം പറയിക്കാന്ന് പറയണം. എന്റെ ഗീതു, നീ എന്തൊക്കെയാ പറയണേ? അവനെ പോയി അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സത്യം പറയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാൽ അവൻ സത്യം പറയില്ല, അവൻ വീണ്ടും കിടന്ന് ഉരുണ്ട് കളിക്കുള്ളൂ. അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ ഇവിടെ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കണമെന്ന്. അല്ല, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമ്മൾ അഭിനയിക്കണമെന്ന് പറയാം. അഭിനയിക്കാണ്, എന്തഭിനയിക്കണം? നമ്മൾ ശത്രുക്കളാണ് ഓഫീസിലും, അത് കിഷോറിന്റെ അടുത്തെല്ലാം നമ്മൾ ശത്രുക്കളാണ്, അഭിനയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ രക്ഷയുള്ളൂ എന്ന് പറയണം. അത് കൊള്ളാലോ. പക്ഷെ ഒരു കാര്യമുണ്ട്,
അതെന്താ? ഓഫീസിലും കിഷോറിന്റെ അടുത്ത് മാത്രമല്ല നമ്മൾ ഇവിടെ അഭിനയിക്കണമെന്ന് പറയാ. അല്ല ഇവിടെ എന്തിനാ അഭിനയിക്കുന്നത്? നമ്മുടെ പ്രധാന ശത്രു ഇവിടെയാണല്ലോ ഇരിക്കുന്നത്, രാധികാമ്മയും വരണേട്ടനും. അവര് ശത്രുക്കളോ? പിന്നെ അതൊക്കെ നിന്റെ വെറും തോന്നലാന്ന് പറയണേ. തോന്നലൊന്നും അല്ല, ശരിക്കുള്ള കാര്യങ്ങളാന്ന് പറയണേ. ഗീതു, അങ്ങനെ നീ പറയരുത്. നിനക്ക് മുമ്പ് ഇങ്ങനെ നിന്നെ നിന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച ചേതൻ ഗ്രൂപ്പാന്ന് നീ പോലീസിന് മൊഴി കൊടുത്തല്ലേ, പിന്നെന്താ നീ രാധികാമനെ സംശയിക്കണേന്ന് ചോദിക്കണം. പെട്ടെന്നാണ് ഗീതുവിന് അബദ്ധം മനസ്സിലായത്. പക്ഷേ ഗോവിന്ദനെ താൻ പറഞ്ഞ അങ്ങനെയാണല്ലോ, പക്ഷെ ഇനിയിപ്പൊ തിരുത്തി പറയാനും പെട്ടെന്ന് പറ്റില്ലോ. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് നമ്മുടെ അഭിനയം അങ്ങോട്ട് തുടങ്ങാന്ന് പറയണം. അങ്ങനെ ഗോവിന്ദൻ ഗീതും കൂടെ ആ ഒരു തീരുമാനം എടുക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യാണ്, രണ്ടുപേരും കഥ തുറന്ന് പുറത്തേക്ക് വരിക. ഈ സമയത്ത് രാധികാമ്മ വരുന്ന ഉള്ളി പെട്ടെന്ന് ചാടി മുറിയിലേക്ക് കയറുവാണ്. ഗീത പറഞ്ഞു, അതെ ഞാൻ പോവാ, ഇത്രയും പറഞ്ഞിട്ട് എന്നെ വിശ്വാസമില്ലല്ലേ? എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് പറഞ്ഞിട്ട് വേണ്ട, കൊണ്ടാവണ്ട, എനിക്കെന്നാ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ വേറെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നോളാം. എന്നെ ഇനിയിപ്പോ ആ കാറ് കയറ്റുകയും വേണ്ട, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലെന്ന് പറയണം. ഇത് കേട്ടോണ്ടെന്ന് രാധികാമ്മയ്ക്കും വരുന്ന സന്തോഷമായി. അങ്ങനെ എന്താ ഇച്ചിരി കൊഴുത്ത് വരുന്നുണ്ട് സംഗതികളൊക്കെ. പെട്ടെന്ന് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? അല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊണ്ടുപോകണമെന്ന് ഒരാഗ്രഹമില്ല. മര്യാദയ്ക്ക് നീ വേറെ വണ്ടിക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ ഇനി എത്ര നാളെന്ന് വെച്ചാൽ നീ കമ്പനിയിൽ ഉണ്ടാവുക? നീ ഞാനുമായിട്ട് വെറുതെ കോൺട്രാക്ട് മാരേജ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പം എന്റെ പുറകെ നീ വരണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, ഓഹോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്നാ ഒരു കാര്യം ചെയ്തോ, ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ആരുമല്ല എന്നും പറഞ്ഞിട്ട് പുറത്ത് കിടന്ന് ഭയങ്കര അടിയാണ്. അങ്ങനെ അവസാനം ഗീത പറഞ്ഞു, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലേ? നിങ്ങൾക്ക് ആ അവർണിക പറഞ്ഞ കാര്യങ്ങളും കിഷോർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വാസം അല്ലേ? കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പൊ ഇത് കൂടുതലൊന്നും എനിക്ക് ചങ്ക് പറിച്ച് കാണിച്ചു തരാനൊന്നും പറ്റില്ല. ഈ ഗീതു ആരാന്ന് നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പം ഗോവിന്ദ് പറഞ്ഞു, നീ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട, നിന്റെ അഭിനയമാന്നുള്ള കാര്യം എനിക്കെല്ലാം മനസ്സിലായി. പിന്നെ കിഷോറിനെ പെട്ടെന്നൊന്നും നിനക്ക് മറക്കാൻ പറ്റുന്ന എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമില്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടൻ ഗീതുന്റെ മുഖം അങ്ങോട്ട് മാറി. ഗീത ഒറിജിനലായിട്ട് ഗോവിന്ദൻ ചോദിച്ചു, ഓഹോ അപ്പൊ അങ്ങനെയാണോ കണ്ണേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ചോദിക്കണം. അതെ അങ്ങനെ തന്നെയാ, നിങ്ങളെന്ന് ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കഴുത്തെ പിടിച്ചങ്ങോട്ട് ഞെക്കുവാണ്. ഇത് കണ്ട് രാധികാമൻ വരണമെന്ന് ഞെട്ടി. എന്നിട്ട് കഴുത്തെ പിടിച്ച് ഞെക്കൊണ്ട് നിങ്ങൾ ഞാൻ കൊന്നു കളയെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ രാധികാമയോട് വരണം ചോദിച്ചു, അമ്മേ ഇനിയിപ്പോ തിരിച്ച് സംഭവിക്കോ? ഗോവിന്ദേട്ടനെ എങ്ങാനും ഗീതു ഇല്ലാതാക്കുമെന്ന് ചോദിക്കുകയാണ്. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലടാ, അകത്ത് കയറി കഴിയുമ്പോൾ അവന്റെ സ്വഭാവം അങ്ങോട്ട് മാറും, കണ്ടോ നീ? മിക്കവാറും അവളെ ഇന്ന് അവൻ പഞ്ഞിക്കിടുമെന്ന് പറയണം. രണ്ടുപേർക്ക് സന്തോഷമായി. രണ്ടുപേരും ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആ ഒരു സന്തോഷത്തില് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന്റെ കഴുത്തിലെ പിടിവിട്ടല്ലേ ഗീതു. അയ്യോ ഇത് അഭിനയവാ, എന്നെ ദേഹോപദ്രവം ചെയ്യില്ലെന്ന് പറയണം. ദേഹോപദ്രവം ചെയ്യാതിരിക്കണം അല്ലേ? നല്ല കഥയെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ എന്താ പറഞ്ഞേ? എനിക്ക് കിഷോറിനെ മറക്കാൻ പറ്റില്ലെന്നോ? അങ്ങനെ പറയാൻ കൊള്ളാമെന്ന് ചോദിക്കും. അല്ല ഗീതു, അത് ഞാനൊരു പഞ്ചിന് വേണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയണമെന്ന് ചോദിച്ചോണ്ട് ഗോവിന്ദന്റെ കട്ടിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് ഗീതു ആ മേളിലേക്ക് അങ്ങോട്ട് കയറി ഇരിക്കണം. എന്നിട്ട് പറഞ്ഞു, ഇതേ മര്യാദയ്ക്ക് ഇനി ഇമാതിരി ഡയലോഗും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയാൻ പറ്റില്ലെന്ന് പറയണം. ഗീതു എന്നോട് ക്ഷമിക്ക്, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറയണം. എന്നിട്ടാണോ പറയുന്നത് അങ്ങനെ വൃത്തിയായിട്ട് ഡയലോഗൊക്കെ പറയണേ? അതിന്റെ ആവശ്യം എന്തായിരിക്കണേ? അതിനർത്ഥം എന്താ? ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിഷോർ ഉണ്ടെന്നല്ലേ? അങ്ങനൊന്നുമില്ല ഗീതു, ഞാനിപ്പം മനഃപൂർവ്വം അങ്ങനെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പം ഞാൻ ആ വാക്കുകളൊന്നും പറയില്ല, പോരേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും ഗീതു പറഞ്ഞു, ഒരു തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ ഇനി അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടല്ലോ, ഒരു കാര്യം ചെയ്യ, എന്തൊക്കെ പറയണ്ട എന്തൊക്കെ പറയണം നീ എനിക്കൊന്ന് എഴുതി തട്ടെ, എന്നാ പിന്നെ ഞാൻ അതുപോലെയൊക്കെ പറഞ്ഞാൽ പോരേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇപ്പൊ കണ്ണേണ്ട മനസ്സ് ശരിക്കും എന്തോ എന്നോട് സംശയം ഉണ്ടെന്ന് ചോദിക്കുകയാണ്. എൻ്റെ പൊന്നു ഗീതു, ഒരു സംശയമില്ല, ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ശരി ശരി അതൊക്കെ പോട്ടെ, ഒരു കാര്യം കൂടി ചെയ്യുക, ഇത്രയും പോരാ, ഒരു ഇച്ചിലൂടെ ഒന്ന് കൊടുക്കാനുണ്ടെന്ന് പറയണം. അതെന്താ ഗീതു? അല്ല ഒരു കാര്യം ചെയ്യുക, കണ്ണേട്ടൻ എൻ്റെ കവളത്തിൽ രണ്ടെണ്ണം തരുന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചിട്ട് ഈ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോക്കും, അപ്പൊ എല്ലാവർക്കും അങ്ങ് സന്തോഷമാട്ടെ എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ശരിക്കും അങ്ങോട്ട് രണ്ടെണ്ണം തന്നിട്ട് ആ മുഖം അങ്ങോട്ട് ചോപ്പിക്കട്ടെ എന്ന് ചോദിക്കണം. അപ്പൊ ഒറിജിനാലിറ്റി തോന്നില്ലെന്ന് ചോദിക്കണം. അത്ര ഒറിജിനാലിറ്റി ഒന്നും വേണ്ട. അല്ലിപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ആ ഭിത്തിക്കിട്ട് രണ്ട് അടി അടിച്ചാൽ മതി എന്ന് ഗീത് പറയണം. വേണ്ട വേണ്ട, അത് വേണ്ട, അതിനേക്കാൾ നല്ല കൈ കൂട്ടിയിടിക്കുന്നതായിരിക്കും, അപ്പൊ നല്ല സൗണ്ട് വരും, അപ്പൊ പുറത്തേക്കുന്നവർക്ക് കേൾക്കാലോ. പെട്ടെന്ന് ഗോവിന്ദ് എന്തിനാ കൈ കൂട്ടി അടിക്കുകയാണ്. ഈ സമയത്ത് ഗീത കൊടുക്കണം അലറി വിളിക്കുക, എന്നെ തല്ലില് കണ്ണേട്ടാന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട്. ഇത് കേട്ട് പുറത്ത് നിന്ന് രാധികാമ്മയ്ക്കും പറഞ്ഞു സന്തോഷമായി. രാധികാമ്മ പറഞ്ഞു, കണ്ണിന് ദേഷ്യം വന്ന് അവന് പ്രാന്ത, അവളുടെ കാര്യം ഇന്നത്തോടു കൂടി തീർന്നു. ഗോവിന്ദ് പറഞ്ഞിട്ട്, അധികം വൈകാതെ തന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യൂടി, നീ അധിക കാലം എന്റെ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദ് ഗീതിനെ എടുത്തിട്ട് പെരുമാറുന്നതായിട്ട് അഭിനയിക്കുന്നത്. ഇത് കേട്ട് ഞാൻ വരും പറഞ്ഞു, നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് തോന്നേ, ഇനി ഇപ്പം നമ്മൾ പേടിക്കേണ്ട അമ്മയെന്ന് പറയണം.
അങ്ങനെ തല്ലെല്ലാം കഴിഞ്ഞ് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ രാധികാമ്മ വരണം പുറത്തുണ്ടായിരുന്നു. പെട്ടെന്ന് അവരിങ്ങോട്ട് ഒന്നും അറിയത്തില്ലാത്ത ഇവിടെ നിൽക്കുകയാണ്. എത്രയാന്ന് വെച്ചാൽ സഹിക്കണേ, തലേക്കറിയും കൂടെ നിരങ്ങുമല്ലേ. വിറ്റകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തന്നെ വേണം, തല്ലി വേണം നേരെയാക്കാനായിട്ട്. തല്ലണ്ടെന്നോർത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് തലേ കയറി നിരങ്ങുമല്ലേ എന്ന് പറയാണ്. അല്ലേലും ഇവൾക്ക് എന്തിന്റെ സൂക്കട, ഒരുത്തന്റെ കൂടെ പോയിട്ട് യാതൊരു ഉളുപ്പില്ലാതെ വന്ന് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ കുറ്റപ്പെടുത്തുവാണ്. അകത്തിരുന്ന് ഗീതുവിന് സന്തോഷമായി. ഗീതു കരയുന്ന ഏങ്ങരടിച്ച് കരയുന്നതായിട്ട് അഭിനയിച്ചിരുന്ന അകത്തിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് രാധികമ്മ ചോദിച്ചു, മോനെ നീ അവളെ തല്ലിയോന്ന് ചോദിക്കണം. അമ്മേ എത്രയെന്ന് ക്ഷമിക്കണേന്ന് ചോദിക്കണം. വേണ്ടായിരുന്നു മോനെ, ഇനി അവള് വല്ല കോടതിയും കേസും ഒക്കെ ആയിട്ട് പോയാലോ, പെട്ടുപോയില്ലേന്ന് ചോദിക്കണം. കോടതി അവളങ്ങ് ചെല്ലട്ടെ അങ്ങോട്ട്. അധികകാലമൊന്നും അവള് ഞാനും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നില്ല. അവള് കൊണ്ട കേസ് കൊടുത്ത് എനിക്കിപ്പോ എന്നാ, അവളെയും കൂടെ ഇല്ലാതൊക്കെയാനും ജയിലിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ്. അങ്ങനെ രാധികാമ്മ പരണ്ടും പോയി എത്തി നോക്കുമ്പോൾ ഗീതു തിരിഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കണ്ട് ഏങ്ങലടിച്ച്. ശരിക്കും പറഞ്ഞാൽ ഗീതു സന്തോഷിച്ചിരുന്ന് ചിരിക്കുമായിരുന്നു. ഗീതുവിന്റെ മനസ്സിൽ കൂടെ ആ സമയം കടന്നുപോയത് ഗോവിന്ദ് തന്നെ ചേർത്ത് നിർത്തിയതൊക്കെയായിരുന്നു. ആ രംഗങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗീതുവിന് മനസ്സിലായി കണ്ണനെ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.